വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇന്ന് നമ്മുടെ ഇന്ന് മീൻസ് നിങ്ങൾ വീഡിയോ കാണുന്ന ഇന്നിൻ്റെ തലേദിവസം. അപ്പോൾ നമ്മുടെ അൻഷാദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഡിസംബർ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതായത് ഇന്നലെ. അപ്പോൾ രാത്രി പുറത്തൊക്കെ പോയിട്ട് ഏട്ടനും ഫ്രണ്ട്സൊക്കെ പോയിട്ട് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവൻ്റെ വീട്ടിലായാലും ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഞങ്ങൾ അപ്പോഴേക്കും അവർ രാവിലെ എറണാകുളത്ത് നിന്ന് എത്തിയത് രാവിലെ ഒരു 7 മണിക്ക്. അപ്പം പിന്നെ അവൻ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് ആ പ്ലാനിങ് നമ്മൾ വേണ്ടാന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രി ഒന്ന് അൻഷാദിനെയും ഫർസൂനെയൊക്കെ കൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയൊരു വീഡിയോയാണ് ഗൈസ് ഇത്. പക്ഷെ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ വേറെ ആയിരുന്നു. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ എത്തിയത് വേറെ സ്ഥലത്താണ് ഗൈസ്. ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നഖത്തിൻ്റെ ചളിയാണ് വൃത്തിയെ കൂടെ ചെയ്യും. പക്ഷെ ഇത് നഖത്തിൻ്റെ ചളിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പൊമ്മക്കറിനേറ്റില്ലേ, അത് മുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അല്ലി പറിച്ചിട്ടപ്പോൾ അതിൻ്റെ ആ കറായതാണ്. കിടുന്ന് സ്കൂളിലേക്ക് അതാണ് കൊടുത്തയച്ചപ്പോൾ അതിൻ്റെയാണ്. കാരണം ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ഒരു ഷോർട്സിൽ കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ സംഭവം ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൂർക്കി നന്നാക്കിയിട്ടാണ് ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞ കൈയൊക്കെ നെഗൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൂടെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം, ആ സാധനം നന്നായി കഴിഞ്ഞ് നഗത്തിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ ആ കറ അങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു വൃത്തിയിടണം. പിന്നെ ഈ കുറച്ച് 2 ദിവസം എടുക്കും എനിക്കത് പോകാൻ വേണ്ടിയിട്ട്. അതെന്താ എൻ്റെ കൈ മാത്രമാണ്, എല്ലാവരുടെ കൈമിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ എൻ്റെ കൈം അങ്ങനെയാണ്. അപ്പോൾ നമ്മളങ്ങനെ അൻഷാദിനെയും ഫർസൂനെയൊക്കെ കൊണ്ടുപോയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. കുറേ എൻജോയ് ചെയ്തു ഞങ്ങൾ. എന്തായാലും നിങ്ങൾ സംഭവം എന്തായാലും വീഡിയോ കണ്ടിട്ട് വായോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ഇവിടെ നിന്ന് ലക്ഷ്യമിട്ടത് വേറൊരു സ്ഥലത്തേക്കാണ്. പക്ഷേ പോണ വഴി ഞങ്ങൾ ചെന്ന് പെട്ടത്, അതായത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വേറൊരു സ്ഥലത്താണ് കേട്ടോ. ഞങ്ങൾ മറൈൻ എക്സ്പോയിലാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. ഞങ്ങൾ വിചാരിച്ച വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തത് അവിടേക്കല്ല. പക്ഷേ ഞങ്ങൾ പോണ വഴി പിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ ചെന്ന പിള്ളേരെയൊക്കെ ഒന്ന് കയറ്റി കാണിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ ഒറ്റയ്ക്ക് എടുത്തില്ലല്ലോ. അപ്പോൾ നമ്മളും കൂടി കയറി കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. കുറച്ച് കത്തിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനും അമ്മയും ഫർസും കയറി, പിള്ളേരെയും കയറ്റി. പിന്നെ പിള്ളേർക്ക് പൈസ വേണ്ട, പക്ഷെ നമ്മൾ കയറുന്നതിന് പൈസ വേണമല്ലോ. പിന്നെ പിള്ളേർ ഒറ്റയ്ക്ക് ഇരിക്കാത്തതുകൊണ്ട് നമ്മളും കയറി. അപ്പോൾ ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോയി വരുന്ന സമയത്ത് കിടുവിനെ ഇവിടെ ഏട്ടൻ ബൈക്കിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. കേസേട്ട അവിടെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മോള് അതിൻ്റെ ഇടയിൽ ഈ ജമ്പ് ചെയ്യുന്നതിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി അവിടെ നിന്ന് ചാടുന്നതുകൊണ്ട് ഇവളിങ്ങനെ വീഴുകയാണ് കേട്ടോ. 36 വേഗം ചെയ്യുന്നുണ്ട് ഇറങ്ങിയുള്ള കൈ കുത്തി കുട്ടി ഇങ്ങനെ ചാടുന്ന കാരണം. അപ്പോൾ അവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോളും കൂടിയിട്ട് ഈ സംഭവത്തിൽ കയറാണ്ട് ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് കണ്ണും കിടുവാനാണെങ്കിൽ മോൾക്ക് തോന്നും ഇതിനെക്കാട്ടും നല്ലോണം കുഞ്ഞിലെ തൊട്ട് തന്നെ മോൾ ഈ സംഭവത്തിൽ, അതായത് ഒരു ഏജ് ഉണ്ടല്ലോ, ഇത്ര ഏജ് പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുൻപേ തന്നെ, ആ ഒരു ഏജിന് മുമ്പേ തന്നെ അവൾ ഇതിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കേട്ടൊക്കെ കയറിപ്പോകുമ്പോൾ 36 ഒരു ഇൻട്രസ്റ്റാണ്. ഹായ് താട്ടം കയറണമെന്ന്. അപ്പോൾ എനിക്കും കയറി പോകാനും പറ്റും എന്നുള്ളൊരു ഇൻട്രസ്റ്റ് 36 എങ്ങനെ കയറി പോകാൻ കേട്ടോ. ഇനി ഒരു ഇതുകൊണ്ട് കഴിഞ്ഞ് അവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സായ കാരണം അവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വിടിച്ച് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കിടുവിൻ്റെ പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു. അവൻ വേഗം അവിടെ നിന്ന് വിടിച്ച് പോകുന്നായിരുന്നു. പക്ഷേ മോൾക്ക് ആ ഡ്രസ്സ് കുറച്ച് ഹാർഡായിരുന്നു. നമ്മൾ ഇങ്ങോട്ടാണെന്നുള്ള പ്ലാനിങ് നമുക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ അതോടെ നിന്ന് ഉരുസി പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് മുമ്പോളൊന്ന് തപ്പി കേട്ടോ. കാരണം കീടും ആദ്യം ഇപ്പുറത്ത് കൂടെ കയറുമ്പോൾ അവൾക്ക് താട്ടനെ കാണാനില്ലാത്തുള്ളതെന്ന് തപ്പി. പിന്നെ അവൾ ഓക്കെ കേട്ടോ. പിന്നെ അവളങ്ങനെ കയറി പോവായിരുന്നു.
എന്തായാലും പിള്ളേരിങ്ങനെ എൻജോയ് ചെയ്യണം കാണുമ്പോൾ സന്തോഷമില്ല. അപ്പോൾ നമ്മുടെ അസ്ലു അൻഷാദിൻ്റെ കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ കയറാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറാൻ ഇവൻ നമ്മുടെ അമ്പുടിനെ പോലെയാണ്. ചേച്ചിയും താറിന് എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടില്ല അമ്പുട് നടക്കുക. അതുപോലെയാണ് അസ്ലു. ഇവർ രണ്ടാളും എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ കേട്ടോ അസ്ലു നടക്കുള്ളൂ. അപ്പോൾ അസ്ലു അവരെ പിന്നാലെ പോകേണ്ട, പക്ഷേ അവരുടെ ചാട്ടത്തിൽ അസ്ലു വീഴും. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് എനിക്ക് കയറാൻ പറ്റുമോ കൂടെ, അങ്ങനെ അസ്ലുവിനെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എനിക്ക് കയറാൻ പറ്റുമെന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ ഏട്ടന് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഏട്ടൻ അസ്ലുവിനെ അവിടെ നിർത്തി കൊടുക്കുകയാണ് കേട്ടോ. നിർത്തി. പക്ഷേ ഇവർ ചാടുമ്പോൾ അസ്ലു നേരെ വന്ന്, അത് നമ്മുടെ ഉമ്മോളെ പണ്ടത്തെ നമ്മുടെ ഉമ്മോളില്ലേ ഒരു കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ കാറ്റാടി പോലെ വീഴുന്നത് അതുപോലെയാണ്. അപ്പോൾ അവരുടെ ഒരു ചട്ടത്തിനെ ഉള്ള അസ്ലു അപ്പോഴേക്കും വീഴും കേട്ടോ. ജാസ്മിന് അവൻ്റെ കൂടെ പോകണമെന്നുണ്ട്, അവനിങ്ങനെ അവൻ്റെ പിന്നാലെ ഇങ്ങനെ പിടിച്ച് പോവുകയാണ് കേട്ടോ. പക്ഷേ അവനിപ്പോൾ അവിടെ നിന്ന് വീഴുന്നുള്ളതുകൊണ്ട് ഏട്ടനൻഷാദ് അവിടെ തന്നെ നിൽക്കണ്ട. ന്യൂമോളിൻ്റെ അവിടെ നിന്നൊരു ചാട്ടുണ്ട് ഗൈസ്. ആ ചാട്ടം ഇതിലാണോ ഈ വീട്ടിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മോൾ അവിടെ ഇരിക്കുമ്പോഴേക്കും മുകളിലേക്ക് പൊന്തിയൊരു ചാട്ടമുണ്ട് മോളിൻ്റെ. അത് കാണുമ്പോഴേക്കും ഞങ്ങൾ കുറേ ചിരിച്ചോട്ടോ അവളുടെ ആ ചാട്ടം കണ്ടിട്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് ഞാൻ ഇതിൽ കയറണില്ല. കാരണം ഇതിൽ മുൻപ് ഇവിടെ നിന്നല്ല, നമ്മൾ ചാവക്കാട് മറൈൻ എക്സ്പോയിൽ ഞാൻ എന്താണ് ഈ ഇങ്ങനത്തെ സംഭവത്തിൽ കയറിയിട്ട് ഞാൻ ഛർദ്ദിച്ചിട്ടുണ്ട് തല ഇറങ്ങിയിട്ട്. അതുകൊണ്ട് എനിക്കറിയാം ഞാനതിൽ കയറില്ല. ഞാൻ ഏട്ടനോട് 1000 വട്ടം ഞാൻ പറഞ്ഞാട്ടോ. പക്ഷേ എൻ്റെ അമ്മേ ഏട്ടൻ നിർബന്ധിച്ച് ഇനി അമ്മേനും ഫർസൂനയിൽ കയറ്റി. ഫർസു ഒറ്റയ്ക്കായി കേട്ടോ. കാരണം ഞാൻ അമ്മ അടുത്തിരുന്നു, ഫർസു പക്ഷേ ഒറ്റയ്ക്കായി പോയി. ഇത് നമുക്ക് ആകെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് ഒരു ഭാഗത്തേക്ക് കൊണ്ട് ഇടുന്ന പോലെ ഫീൽ ആയിരുന്നു. എനിക്ക് ആകെ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കിളി പോയിട്ടോ. പിന്നെ എന്താ ഏട്ടനും അമ്മയും അൻഷാദും ഫർസും കൂടിയിട്ട് വേറൊരു സംഭവത്തിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കില്ല എന്ന് പറഞ്ഞു, കാരണം എനിക്ക് വയ്യ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനിട്ട് കറക്കത് മുകളിലേക്ക് നല്ല ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പിള്ളേരും താഴെ നിന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഞാൻ ഈ പൊട്ടറ്റോൻ്റെ ഒരു സാധനമൊക്കെ വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു കേട്ടോ. അപ്പോൾ അതിലവർ കയറിയിട്ട് കിളി പോയിട്ട് പാറി വരുന്നുണ്ട് 4 ആൾക്കാർ കേട്ടോ. ഏട്ടനൊക്കെ പോകുന്നുണ്ട്. ഏട്ടനെ കണ്ണട സിനിക്കായിരുന്നു പറഞ്ഞു വെച്ചാൽ അത് ഇടയ്ക്ക് മാത്രമേ കണ്ണു തുറക്കണ്ടായിരുന്നുള്ളൂ, കാരണം നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വണ്ടർലേ പോകാൻ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നില്ല ഇപ്പോൾ സ്നീയൊക്കെ എന്തിനാണ് വണ്ടർലേ വരുന്നത് എന്ന്. അതൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എന്താണ് നമ്മൾ ചില്ലീസിലാണ് കയറിയത്. അപ്പോൾ ചില്ലീസ് കയറിയിട്ട് ഞാൻ ബട്ടർ നാൻ, ഏട്ടൻ പൊറോട്ട, അമ്മ ചപ്പാത്തി, പിന്നെ ഫർസു എന്താ പൊറോട്ട, അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മളങ്ങനെ കൂടുതലങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല. എടുക്കാനും പറ്റിയില്ല. പിന്നെ ആകെ ടയേർഡായി. പിന്നെ പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇടയ്ക്കിടുന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായി. പിന്നെ വന്ന് കിടന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം വന്ന് കിടന്നു. അപ്പം അത്രയൊക്കെ ഇടും. അപ്പോൾ വീഡിയോ കണ്ടാലും ഇത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ തോന്നുന്നു ഞാൻ കൂടുതലും ഷോർട്സാണ് എടുത്തത് തോന്നുന്നു. കാരണം നമ്മൾ പിള്ളേർ എൻജോയ് ചെയ്തു, നമ്മൾ എൻജോയ് ചെയ്തു, അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുന്നത് ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അതത്ര വലിയ സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്ന ടൈമിൽ നമ്മളത് എൻജോയ് ചെയ്യാൻ തന്നെ വേണം. അപ്പോൾ അതിൽ ഫുൾ ടൈം ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കാനൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിള്ളേരുടെ കൂടെ കളിച്ചിട്ടും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടും ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഡേ ഞങ്ങൾ അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ ഇല്ലാത്തത്. ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്തിങ്ങനെ മാറുമായിരുന്നു. ഒരുപാട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ. പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും വന്നപ്പോഴേക്കും കൂടി വന്ന് സംസാരിച്ച് 2-3 ക്ലിപ്സൊക്കെ അൻഷാദിൽ എടുത്തിട്ടുണ്ട് തോന്നുന്നു. എടുത്തിട്ടുണ്ട്. 2 ക്ലിപ്പൊക്കെ അവൻ എടുത്തിട്ടുണ്ട്. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. നമ്മളോട് ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഒരുപാട് പേര് അവിടെ വന്നിട്ട് വലിയ ഫാമിലി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളത് നമുക്ക് എന്നും സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഇപ്പം ഞങ്ങളിലേക്ക് എന്തോരം നെഗറ്റീവ്സ് വന്ന ആൾക്കാരാണ്. ഞങ്ങൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കാണുമ്പോൾ എല്ലാവരും ചിരിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. നമ്മൾ കാണുമ്പോൾ മല്ലു ഫാമിലി പൊന്നൂസ് അല്ലേ, മല്ലു ഫാമിലി സുജിന എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. ബൈ.